So hello guys, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും ഹായ്. ഈ റൂമിന്റെ വെട്ടം ഇപ്പോഴും എനിക്കൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലടാ ഇതുവരെ. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും ഹലോ ഗൈസ്. എല്ലാവർക്കും ഹലോ. ഞാൻ ഗ്ലാസ് മാറ്റി. ഞാൻ ഗ്ലാസ് ഇത് പെർമനന്റ് എടുക്കാൻ വെച്ചല്ല. ഇത് മറ്റേ നിങ്ങളെല്ലാവരും ഒന്ന് ചിരിച്ചേ. ഞാനൊരു കാര്യം കാണിച്ചു തരാം. എല്ലാവരും ചിരിക്കണേ. ഹേ മെറ്റ സ്റ്റാർട്ട് റെക്കോർഡിങ്. ഇപ്പൊ വരുമോ ഇവിടെ? കണ്ട ലൈറ്റ് കത്തിയത് കണ്ട. എല്ലാവരുടെയും ഫോട്ടോ നമ്മുടെ ലൈവ് ആണെന്ന് എല്ലാവരുടെയും ഒരു വീഡിയോ എടുത്തേ. മറ്റേ പെട്ടെന്ന് അയച്ചു തരണേ എനിക്ക്. ഏതല്ലേ എടാ ഇത് വിഷയം സാധനം കേട്ടോ, പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ഞാനിപ്പോ സത്യം പറയട്ടെ, ഇപ്പൊ ഈ ഗ്ലാസ് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളെ ആരെങ്കിലും വീഡിയോ കോൾ ചെയ്യുമെന്ന് വിചാരിച്ചു, ഇപ്പോൾ വാട്സപ്പിലോ വല്ലതും. അപ്പോൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുമ്പം എനിക്ക് എൻ്റെ POV അവരെ കാണിക്കാൻ പറ്റും. അതായത് ഈ ഗ്ലാസ്സിൽ അങ്ങ് എടുക്കാൻ പറഞ്ഞാൽ അങ്ങ് എടുത്തോണ്ടെങ്കിൽ നിർത്ത്, സ്പേസ് ഇല്ല മൈര്. പ്രൈവസി ഇഷ്യൂ ഇല്ലേന്നോ? പ്രൈവസി ഇഷ്യൂൻ്റെ അല്ല ബ്രോ. ഇപ്പം ഞാൻ പറയില്ല, ഇപ്പം നമ്മൾ ആരെങ്കിലും നമ്മളെ വീഡിയോ കോൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ക്യാമറ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഞാൻ നടന്നു പോണതും ഇതെല്ലാം അപ്പുറത്ത് ഉള്ള ആൾക്കാർക്ക് എൻ്റെ സ്പെക്സ് വഴി വാട്സപ്പിൽ കാണാം. വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കാൻ ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ പറ്റിയ സാധനമോ, പറയാതിരിക്കാൻ വയ്യാട്ടാ. ഞാൻ ചിരിച്ചില്ല, ഒന്നുകൂടെ ഇട്. പിന്നെ നിന്റെ ചിരി നോക്കിയിരിക്കല്ലേ ഞാനിവിടെ. ഓടാ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ കുറെ എണ്ണം. നിന്റെ ബർത്ത്ഡേ വിഷിന് ഞാൻ കുറെ റിപ്ലൈ ഇങ്ങനെ കുറെ നാളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും റിപ്ലൈ വലിയൊരു ഗുണമില്ല. പിന്നെ അപ്പൊ എന്റെ യഥാർത്ഥ വാട്സപ്പ് വീഡിയോ കോളോ? പിന്നെ നിന്റെയൊക്കെ മറ്റേ ഇത് വരുമ്പോ ഇതാക്കാം എല്ലാ ദിവസവും അപ്പൊ എന്റെ റിയൽ ബർത്ത്ഡേ വരുമ്പം എന്റെ വിഷ് എല്ലാം മിസ് ചെയ്യൂലേ, എന്റെ എക്സൈറ്റ്മെന്റ് പോവും. മെറ്റാവാസു പിന്നെ അല്ല. എടാ ഈ ഗ്ലാസ് കൊള്ളാൻ കേട്ടാ ഗൈസ്. ഇത് വെയിലത്തിറങ്ങിയ കൂളിംഗ് ഗ്ലാസ് ആവും. അതുകൊണ്ട് ഞാൻ നോർമൽ ഗ്ലാസ് വെക്കാം. അതാ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഷോപ്പിന് വേണ്ടി എടുത്ത് വെച്ചതാ, മനസ്സിലായോ? ഷോപ്പിന് വേണ്ടി എടുത്ത് വെച്ചതാ. പിന്നെ ഞാൻ എന്റെ ഗ്ലാസിന്റെ മറ്റേ പഴയ ഗ്ലാസ് ഒന്ന് മാറ്റിയായിരുന്നു. പഴയ ഗ്ലാസ് മാറ്റിയിട്ട് ഞാൻ ഈ ഗ്ലാസ് വെച്ച്. ഇതിനും വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതിലും ഉണ്ടൊരു ഷോ ഓഫ്. ഇത് നമുക്ക് ഇപ്പൊ നമ്മള് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഈ സാധനം എടുത്തിട്ട് ഇനി ഇതും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരായിട്ട് ഇതിങ്ങനെ ഊരിയിട്ട് ഈ അടുത്ത വേറൊരു കളറോട് ഇത് ഈ വെട്ടത്തിലായോണ്ട് നിങ്ങൾക്ക് കളർ മനസ്സിലാകാതെ കേട്ടോ. ഇതൊക്കെ ഒരു ഷോ അല്ലേ. എന്ത് 50 രൂപ എംപേരോ അർമാണിയാണ് ഇത്, മനസ്സിലായ? 50 രൂപ. പള്ളിപ്പറമ്പൊന്നും അല്ല ഇത്, കിടുക്കാച്ച സാധനമാണ്, മനസ്സിലായ? പള്ളിപ്പറമ്പാ. എംപേരോ അർമാണിന്ന് എടുത്താണ് നമ്മള്. ഇവിടുത്തെ സ്പെക് ക്ലബ് അവിടെ നിന്ന് എടുത്തതാണ്. പിന്നെ ഗ്ലാസ് എല്ലാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് കേട്ടോ, നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ശരിക്കും എൻ്റെ കണ്ണിന് കുഴപ്പമുണ്ടെന്നാണോ? എൻ്റെ കണ്ണിന് ഒരു കുഴപ്പവും ഇല്ല, സത്യം പറയാലോ. എൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഗ്ലാസ് വെച്ച് നടക്കുന്നത് BV ഗ്ലാസ്സാണ്. എൻ്റെ കണ്ണിന് പവറില്ല. എൻ്റെ കണ്ണിന് പവർ ഗ്ലാസ് അല്ല ഞാൻ വെച്ചിരിക്കണേ. ഞാൻ വെച്ചിരിക്കുന്നത് മറ്റേ എന്താ ലൈറ്റ് കട്ട് വരുന്ന ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഉണ്ടല്ലോ, എൻ്റെ കണ്ണ് ഭയങ്കര കുഴിഞ്ഞതാടാ. എൻ്റെ കണ്ണ് നല്ല കുഴിഞ്ഞതാ. എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസും ഉണ്ട്. 24 മണിക്കൂർ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് ഗ്ലാസ് ഇല്ലാതെ വെളിയിൽ ഇറങ്ങുമ്പോൾ എനിക്കൊരു കംഫർട്ട് ഇല്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് സ്ഥിരമാക്കാമെന്ന് വിചാരിച്ച് ഞാൻ BV ഗ്ലാസ് എടുത്ത് വെച്ചതാ. എനിക്കല്ലാതെ ഇതില്ല, കണ്ണിന് പവർ ഇഷ്യൂ ഇല്ല. പക്ഷേ നിങ്ങളുടെ എല്ലായിടത്തും ഒരു കാര്യം പറയട്ടെ, ഈ മൊബൈലും ഇതൊക്കെ കൊണ്ട് ക്യാഷിന്റെ കഴപ്പാകും. പിന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണല്ലേ. പിന്നെ അല്ലാതെ വഴിയെ പോണത് ഗ്ലാസ് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലാതെ അതല്ല പറഞ്ഞു വന്നത് കേസ്. നിങ്ങൾ ഈ മൊബൈലും കൊണ്ടൊക്കെ ഇരിക്കുന്ന എല്ലാവരുടെയും ഞാൻ പറയാട്ടെ, ഇതുപോലത്തെ ഒരെണ്ണം മേടിച്ച് വെച്ചു. ഞാൻ പറയണത് നിങ്ങൾ വലിയ ബ്രാൻഡൊന്നും വേണ്ട. 750 രൂപ കൊടുത്താൽ ലെൻസ് കാർട്ടിൽ കിട്ടും. പിന്നീട് ഓർത്ത് റിഗ്രറ്റ് ചെയ്യില്ല. പവർ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചുകൊണ്ട് കിടക്കണം, മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞാൻ എത്ര വർഷമായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്, എത്ര വർഷമായിട്ട് എത്ര ടൈം ആയിരിക്കും ഉച്ചയ്ക്ക് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ. കോച്ചിന്റെ ലൈവ് തൊട്ട് ഒരു ദിവസം എത്ര ദിവസമായിരിക്കും ഞാൻ സ്പെൻഡ് ചെയ്യണേ. അപ്പോൾ ഒരെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലതാണെന്ന്. പ്രമോഷൻ. പിന്നെ ലെൻസ് കാർട്ടൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടാം. ഞാൻ ഇത്ര നാൾ വെച്ചോണ്ടിരുന്ന ലെൻസ് കാർട്ടിന്റെ ഗ്ലാസ്സാണ്. എൻ്റെ ഇതിന് മുമ്പത്തെ എംപീരിയോ അർമാണി ആയിരുന്നു. അത് ദുബായിൽ സ്കൈ ഡൈവിങ്ങിനല്ല, ദുബായിൽ ജെറ്റ്സ്കി ഓടിച്ച സമയത്ത് അതുകൊണ്ട് മറിച്ചിട്ട് വെള്ളത്തിൽ പോയി. ഉണ്ടച്ചി ഡോക്കി അവന്റെ ഇത് കാണിച്ചത് അത് വെള്ളത്തിൽ പോയതിനു ശേഷം ഞാൻ ഇപ്പൊ ഇതാണ് യൂസ് ചെയ്യുന്നത്, മനസ്സിലായി? ഇപ്പോഴാണ് ഞാൻ മാറ്റിയത് ഗ്ലാസ് ഒരെണ്ണം വെക്കുന്നത് നല്ലതാണ്.
അപ്പൊ ഇന്നത്തെ ഉപദേശം കഴിഞ്ഞ് ഇനി ഇല്ല നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു വിഷമം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈനപ്പിന്റെ സ്പോൺസർ ആ ബ്രാൻഡ് കൊളാബറേഷൻ ആക്ച്വലി നമുക്ക് സെറ്റായില്ല. സോ അവർക്കൊരു നല്ലൊരു സ്പോൺസറിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം, ഒരു മെയിൻ വിഷമം എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം അതാണ്. സോ അവരെയും അവരുടെ ഫ്യൂച്ചറും നമ്മൾ നോക്കണമല്ലോ, അവരെ എത്ര നാൾ